ഷിയാബാണേ. നമ്മുടെ നാട്ടിലൊരു സംഘടനയുണ്ട്, എൻ്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേന. ആ സംഘടനയെ പറ്റി നിങ്ങൾക്ക് വല്ലതും അറിയോ? എന്നാൽ ഈ വീഡിയോ ഒന്ന് കട്ട് ചെയ്യാതെ ശ്രദ്ധിച്ച് കേട്ടോളി, ആ സംഘടന എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സമയമില്ലാത്ത സമയത്ത് പോലും സമയം കണ്ടെത്തിക്കൊണ്ട് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നെല്ലിക്കാപ്പുറത്ത്. നമ്മുടെ നാട്ടിലെ സങ്കടപരമായ വിഷയങ്ങൾ, മരണ വീടുകൾ, കല്യാണ വീടുകൾ, അപകടങ്ങൾ, ഈ സമയങ്ങളിലൊക്കെ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അവർ ഉചിതമായ ഒരു തീരുമാനമെടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിലും സ്വന്തമായിട്ട് വാഹനവുമായി കൊണ്ടുവന്ന് അതിനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ട് നീങ്ങുന്ന ഒരു പറ്റം യുവാക്കളുണ്ട്. അപ്പോൾ നമ്മൾ ഈ സംഘടനയെ സഹായിക്കൽ നമ്മുടെ ഒരു കടമയാണ്. നിർബന്ധമായിട്ട് ഈ മാസത്തിന്റെ പവിത്രത കണക്ക് കൂട്ടിക്കൊണ്ട് ഈ റംസാനിലെ രണ്ടാമത്തെ പത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ ഒരു വീതം ആ സംഘടനയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കണം. മറ്റൊന്ന്, ഇതിലൊക്കെ പ്രവർത്തിക്കുന്ന ഓരോ യുവാക്കളും അതിൽ നിന്ന് പ്രത്യേകിച്ചും അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഒരു വേതനവും ഇല്ലാതെ കൊണ്ടാണ് ഈ യുവാക്കൾ മുഴുവൻ ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ വേണ്ടി ഈ സംഘടനയുടെ പ്രത്യേകത, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് മാത്രമല്ല അവർ പ്രവർത്തിക്കുന്നത്. ഈ ഏരിയയിലുള്ള നമ്മുടെ ഈ പഞ്ചായത്ത്, കാരശ്ശേരി പഞ്ചായത്ത്, കൊടിയത്തൂർ പഞ്ചായത്ത് എന്നിവിടങ്ങളിലൊക്കെ എന്തെങ്കിലും വിഷമഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവർ സജീവമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടുപോരുന്ന കുറച്ച് യുവാക്കളാണ്. ഇതിൽ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. എല്ലാവരും നമ്മുടെ മെമ്പറും മറ്റുള്ളവരും നമ്മുടെ ഇതിന്റെ കോർഡിനേറ്ററായ മുനീർ, സലീം എന്നിവരൊക്കെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് റമദാൻ മാസത്തിൽ ഒരൊറ്റ പിരിവുകൊണ്ടാണ്. അതാണ് നിങ്ങൾ കണക്കിലെടുക്കേണ്ടത്. ഈ ഒറ്റ പിരിവുകൊണ്ടാണ് ഈ ഒരു വർഷം മുഴുവൻ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടുപോകുന്നത്. അപ്പം നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം ആ സന്നദ്ധ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം സംഘടനകൾ നമ്മുടെ നാട്ടിൽ വളർന്നു വരണം. അതേ നമുക്ക് നാടിന് ഒരു പേരും മഹിമയും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ നിർബന്ധമായിട്ട് നിങ്ങൾ എല്ലാവരും ഈ സംഘടനയെ സഹായിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക, സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിലേക്ക് ഇടാൻ ശ്രമിക്കുക. ഈ സംഘടനയുടെ പ്രവർത്തന രീതി നമ്മൾ എടുത്തു പറയേണ്ടതില്ല. ഇതിൽ ജാതിയോ മതമോ ഇല്ല. നമ്മുടെ പള്ളിയിൽ നബിദിന പരിപാടി വരുമ്പോഴും അതുപോലെ തന്നെ നമ്മളുടെ അമ്പലത്തിൽ ഘോഷയാത്ര വരുന്ന സമയങ്ങളിലൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഒരു പറ്റം ചെറുപ്പക്കാരാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾ സഹായം, നിർബന്ധമായിട്ട് നിങ്ങളുടെ സഹായം നമ്മുടെ ഈ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ സഹായമാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വർഷവും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ബൈ.